ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായുള്ള പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വൻ അഴിച്ചുപണിക്കാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കെ ശ്രീനാരായണ ഗുരുവിന്റെ സൂക്തങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം SNDP കൂടെ ചേർത്ത് പിടിക്കാനുള്ള ലക്ഷ്യം അതിലുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അതെന്തുമാവട്ടെ, എന്തായാലും ഈ പ്രഖ്യാപനം എപ്പോഴാണ്? ഈ സംസ്ഥാന നേതൃപദവിയിൽ 50% പുതിയ ആളുകൾ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ ശ്രീകാന്ത്? എന്തായാലും ഐശ്വര്യത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ ചുമതല ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. രാവിലെ ഗുരുസൂക്തങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നു. ആ കാണുന്ന വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന പ്രതിനിധി സമ്മേളനം എന്ന് എഴുതിയിട്ടുള്ള ഫ്ലക്സ് ബോർഡ് അടക്കം കാണാം. ഇവിടെ വെച്ച് അദ്ദേഹം 11 മണിയോടുകൂടി ഈ ചുമതല ഏറ്റെടുക്കും. കേന്ദ്രമന്ത്രി കൂടിയായ ഈ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷി അദ്ദേഹമായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല ഒഴിയുന്ന കെ സുരേന്ദ്രൻ അദ്ദേഹം സംസാരിക്കും. അതൊരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടാകും. തുടർന്ന് രാജീവ് ചന്ദ്രശേഖറും പ്രസംഗം നടത്തും. അതൊരു ഔദ്യോഗികമായ നടപടി എന്ന രീതിയിലാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ സാങ്കേതികമായ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി കഴിഞ്ഞു. കാരണം ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഹാഷ്മി, നമുക്കറിയാം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത സർപ്രൈസ് തന്നെയാണ്. കാരണം ആ പേര് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിന് ബി.ജെ.പി. മുതിരുന്നു എന്നുള്ളതാണ്. കേരളം ഇതിനു മുൻപ് കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണം, ഒരു പ്രൊഫഷണലിനെ ഇറക്കി ബി.ജെ.പി. ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനൊപ്പം വികസനം കൂടി ചേർത്ത് വയ്ക്കുന്ന, അത് സംസാരിക്കുന്ന വ്യക്തിയെ കളത്തിലിറക്കുകയാണ് ബി.ജെ.പി. ഇനി ഇതിന് തൊട്ട് പിന്നാലെ വരാൻ പോകുന്ന കുറേയധികം നടപടികളുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. അതങ്ങനെയാണ്. പ്രസിഡന്റ് ഒഴികെ ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷൻ കൂടി ചേർന്നാണ് ആ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. സംസ്ഥാന ഭാരവാഹിത്വത്തിലും സ്വാഭാവികമായും പുതിയ അധ്യക്ഷൻ വരുമ്പോൾ അഴിച്ചുപണി ഉണ്ടാകും. ഭാരവാഹി നിരയിൽ പകുതിയോളം പേർ പുതുതായി എത്തും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് പല നേതാക്കളും. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ വരുമ്പോൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയ ആളുകളുടെ പദവി സംബന്ധിച്ച് ദേശീയ നേതൃത്വമാകും തീരുമാനമെടുക്കുന്നത്. കാരണം സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കളാണ് ഈ 3 പേരും. സ്ഥാനമൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, അവർക്കുചിതമായ പദവി എന്തെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. നേരത്തെ സുഭാഷിനെയും തിരികെ വിളിച്ചതിന് ശേഷം പിന്നെ സംഘടനാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. സംഘടനാ സെക്രട്ടറി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ സംഘടനാ സെക്രട്ടറി കൂടിയേ തീരൂ. കാരണം സംഘടനാ തലത്തിൽ കേരളത്തിൽ വലിയ പ്രവൃത്തി പരിചയമില്ലാത്തയാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. ജൂണിൽ സംസ്ഥാനത്ത് RSS പ്രചാരകന്മാരുടെ അതൊരു വാർഷിക യോഗമാണ്. അതിൽ പ്രചാരക് ബൈഠക്ക് എന്ന് പറയും. ആ യോഗത്തിൽ സ്വാഭാവികമായും നടക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ ഒരു സംഘടനാ സെക്രട്ടറിയെ ബി.ജെ.പിക്ക് നിശ്ചയിച്ച് നൽകാനും സാധ്യതയുണ്ട്. അദ്ദേഹമായിരിക്കും ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നത്. ബി.ജെ.പിയുടെ മുഖം അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. വലിയ മാറ്റം ബി.ജെ.പി. ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു. 11 മണിക്ക് പ്രഖ്യാപനമുണ്ടാകും. അത് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ പ്രതിനിധികൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.